ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിന്റെ CBSE മാത്സിലെ 4ാമത്തെ ചാപ്റ്റർ, അതായത് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് എക്സസൈസ് 4.1 എക്സസൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ 4.1 എക്സസൈസ് നമുക്ക് നോക്കാം. അപ്പോൾ എക്സസൈസ് 4.1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പൊ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ റിയൽ ലൈഫിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ അതിനുണ്ടോ? അതല്ലേ നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടത്. നമുക്ക് ഫസ്റ്റ് അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് നോട്ട്ബുക്കിന് എത്ര പൈസ, ഒരു നോട്ട്ബുക്കിന് എത്ര പൈസ, ഒരു പെന്നിന് എത്രയാണ് പൈസ, ഒരു നോട്ട്ബുക്കിന് 50 രൂപ, പെന്നിന് 10 രൂപ, ഒരു 3 പെന്നും ഒരു 2 നോട്ട്ബുക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അതിനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ ലീനിയർ ഇക്വേഷൻസ് നമ്മൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് ഇസ് ട്വൈസ് ദ കോസ്റ്റ് ഓഫ് എ പെൻ. എന്തൊക്കെയുണ്ട്? ഒരു നോട്ട്ബുക്ക് ഉണ്ട്, ഒരു പെന്നുണ്ട്. അപ്പൊ നമുക്ക് 2 വേരിയബിൾസ് ആയിട്ട് എടുക്കാം. ഈ നോട്ട്ബുക്ക്, പെന്ന് എന്ന് പറയുന്നത് നമുക്ക് 2 വേരിയബിൾസ് ആയിട്ട് എടുക്കാം. നോട്ട്ബുക്കിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം, പെന്നിന് നമുക്ക് വൈ എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് 2 വേരിയബിൾസ് കിട്ടിയില്ലേ? നോട്ട്ബുക്ക് എക്സ് ആയിട്ട് എടുക്കാം, പെന്ന് വൈ ആയിട്ട് എടുക്കാം. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ദ കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് ഇസ് ട്വൈസ് ദ കോസ്റ്റ് ഓഫ് എ പെൻ. ഒരു നോട്ട്ബുക്കിന്റെ വില എന്ന് പറയുന്നത് പെന്നിന്റെ വിലയെക്കാട്ടിയും ട്വൈസ് ആണ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ ഇരട്ടിയാണ്, ഡബിൾ ആണ്. അപ്പൊ ഒരു നോട്ട്ബുക്കിന് 10 രൂപയാണെങ്കിൽ പെന്നിന് എത്രയായിരിക്കും? 5 രൂപയായിരിക്കും. അപ്പൊ 5ന്റെ ഇരട്ടി 10, അതാണ് നോട്ട്ബുക്കിന്റെ വില. അപ്പൊ ഏതാണെങ്കിലും ഇപ്പൊ നോട്ട്ബുക്കിന് പെന്നിന് 10 രൂപയാണെങ്കിൽ നോട്ട്ബുക്കിന് എത്രയായിരിക്കും? 20 രൂപയായിരിക്കും. അതാണ് ഇവിടുത്തെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. നോട്ട്ബുക്കിന്റെ വില എന്ന് പറയുന്നത് പെന്നിന്റെ വിലയുടെ ഇരട്ടിയാണ്. ട്വൈസ് ദ പ്രൈസ് ഓഫ് എ പെൻ ആണ് ദ കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ തന്നെ ലീനിയർ ഇക്വേഷൻ കിട്ടി. എന്താണ് ക്വസ്റ്റ്യൻ? റൈറ്റ് എ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ടു റെപ്രസെന്റ് ദിസ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിനെ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എഴുതാം. അപ്പൊ എന്താണ് ഇവിടെ തന്നിട്ടിരിക്കുന്നത്? നോട്ട്ബുക്കിന്റെ വില എന്ന് പറയുന്നത് പെന്നിന്റെ വിലയുടെ ഇരട്ടിയാണ്. അതായത് നോട്ട്ബുക്കിന്റെ വിലയെ നമ്മൾ എന്ത് വിളിച്ചു? ഇത് പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക്, ഒരു നോട്ട്ബുക്കിന്റെ വില. പ്രൈസ് ഓഫ് എ പെൻ എന്ന് പറയുന്നത് വൈ ആയിട്ട് എടുത്തു. അപ്പൊ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഒരു നോട്ട്ബുക്കിന്റെ പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് പെന്നിന്റെ വിലയുടെ ട്വൈസ് ആണ്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 2y ആണ്. പെന്നിന് y റുപ്പീസ് ആണെങ്കിൽ നോട്ട്ബുക്കിന് എത്രയാണ്? 2y റുപ്പീസ് ആണ്. പെന്നിന് 5 റുപ്പീസ് ആണെങ്കിൽ നോട്ട്ബുക്കിന് എത്രയാണ്? 2 into 5. 2 into 5 എത്രയാ? 10 റുപ്പീസ് ആയിരിക്കും. ഇനി പെന്നിന് 15 റുപ്പീസ് ആണെങ്കിൽ നോട്ട്ബുക്കിന് എത്രയായിരിക്കും? 2 into 15, 30 റുപ്പീസ്. ഇനി പെന്നിന് 20 റുപ്പീസ് ആണെങ്കിൽ നോട്ട്ബുക്കിന് എത്രയായിരിക്കും? 2 into 20, 40 റുപ്പീസ്. അപ്പൊ അതാണ് ഈ റിലേഷൻ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 2y. ഇതാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് പറയുന്നത്. എത്ര വേരിയബിൾ ഉണ്ട് ഇവിടെ? എക്സും വൈയും 2 വേരിയബിൾ ഉണ്ട്. എക്സ് എന്താണ്? കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക്. വൈ എന്താണ്? കോസ്റ്റ് ഓഫ് എ പെൻ. അപ്പൊ ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്താണ്? 1. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോം എന്തായിരുന്നു? ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമുക്ക് ഈ ഇക്വേഷനെ കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എയും ബിയും സിയും എന്താണെന്ന് മനസ്സിലാവും. എക്സ് നമ്മള് സാധാരണ ഇക്വേഷൻസ് ആവുമ്പോൾ RHSലുള്ള പ്ലസ് LHSലേക്ക് വരുമ്പോൾ മൈനസ് ആവും. ഈക്വൽ ടുവിന്റെ ഇപ്പുറം മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഡിവിഷൻ ആവും. അതൊക്കെ നമ്മൾ മുമ്പേ ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ഈ എക്സ് ഇസ് ഈക്വൽ ടു 2y എന്നുള്ളത് ഈ 2yനെ ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. എക്സ് ഇസ് ഈക്വൽ ടു 2y. അപ്പൊ 2yനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? എക്സ് മൈനസ് 2y എന്നുള്ളത് ഈക്വൽ ടു 0 എന്നായിട്ട് മാറും. ഇവിടെ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടേം ഇല്ല. സി എന്ന് പറയുന്ന ടേം ഇല്ല. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇവിടെ എന്താണ്? 1. കോഎഫിഷ്യന്റ് ഓഫ് വൈ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എ ഈക്വൽ ടു എത്രയാണ് ഇവിടെ? 1. ബി ഈക്വൽ ടു എത്രയാണ് ഇവിടെ? വൈന്റെ കോഎഫിഷ്യന്റ് ബി എത്രയാണ് ഇവിടെ? 2 ആണോ -2 ആണോ? ഇവിടെ പ്ലസ് ബി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ -2 ആണ് കിട്ടിയത്. അപ്പൊ ബി ഈക്വൽ ടു -2. സി എത്രയാണ്? സി എന്ന് പറയുന്ന ടേം ഇവിടെ ഇല്ല. അപ്പൊ 0 ആണ് സി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത്ര മാത്രം എഴുതിയാൽ അത് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ആയി. ഇനി അത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചാൽ മാത്രം ഈ ഈക്വൽ ടുന്റെ RHSലുള്ള ഈക്വൽ ടു വാല്യൂസിനെ നമ്മൾ LHSലേക്ക് കൊണ്ടുവരാം. അപ്പൊ സൈന് ചേഞ്ച് ആവും, പ്ലസ് മൈനസ് ആവും,
ആ രീതിയിൽ അത് ചേഞ്ച് ആകും. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൂടുതൽ ക്ലിയർ ആവും. അപ്പൊ ഇതെങ്ങനെയാണ് ഒരു വേർഡ് പ്രോബ്ലത്തിനെ നമ്മൾ നമ്പേഴ്സിലേക്ക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റിയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തത്. ഒരു വേർഡ് പ്രോബ്ലം ആണ് നമുക്ക് തന്നത്, അതിനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളിലേക്ക് ഒരു ഇക്വേഷൻ ഫോമിലേക്ക് ഒരു മാത്തമാറ്റിക്കൽ ഫോർമാറ്റിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്തത് അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ആ ക്വസ്റ്റ്യൻ ആണ് ഇനി നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഇപ്പോൾ എക്സസൈസ് 4.1 ആകെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് രണ്ടും ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യാം. അത് വെറുതെ ലാഗ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്രസ് ദ ഫോളോയിങ് ലീനിയർ ഇക്വേഷൻ ഇൻ ദ ഫോം എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. അതായത് സ്റ്റാൻഡേർഡ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻസ് ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ ആയിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആൻഡ് ഇൻഡിക്കേറ്റ് ദ വാല്യൂസ് ഓഫ് എ ബി ആൻഡ് സി ഇൻ ഈച്ച് കേസ്. അപ്പൊ ഓരോ കേസിലും ഈ വാല്യൂ ഓഫ് എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്ന് പറയണം. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2x plus 3y equal to 9.35. Repeating, 5 is repeating. 2x plus 3y equal to 9.35. ഈ നമ്പർ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ എത്ര കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇത് ഈ ജസ്റ്റ് LHSലേക്ക് കൊണ്ടുവരണം എന്ന് മാത്രം. ഇപ്പൊ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ ഉള്ളത്? അല്ല. സ്റ്റാൻഡേർഡ് ഫോം ആണെങ്കിൽ RHSൽ 0 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ RHSൽ ഒരു നമ്പർ ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? LHSലേക്ക് ഇക്വേഷന്റെ തൊട്ട് മുമ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പൊ എന്ത് വരും? 2x പ്ലസ് 3y മൈനസ് 9.35 എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 9.35 എന്നുള്ളതാവും. 9.35555 എക്സെട്ര. അതാണ് ഈ നമ്പർ ഈക്വൽ ടു 0. ഇപ്പൊ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആയി. അപ്പൊ ഇവിടെ എയും ബിയും സിയും എന്താണ്? എ എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് 2, ബി എന്ന് പറയുന്നത് വൈന്റെ കോഎഫിഷ്യന്റ് 3, സി എന്ന് പറയുന്നത് ഈ കോൺസ്റ്റന്റ് നമ്പർ. ഈ നമ്പർ എത്രയാണ്? പ്ലസ് ആണോ മൈനസ് ആണോ? ഇവിടെ ഉള്ളത് മൈനസ് ആണ്. അപ്പൊ മൈനസ് 9.35555 എക്സെട്ര. അതാണ് ഇവിടെ തന്നിരിക്കുന്ന കോഎഫിഷ്യൻസും കോൺസ്റ്റന്റും. എ ബി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ് മൈനസ് വൈ ബൈ 5 മൈനസ് 10 ഈക്വൽ ടു 0. ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്തായിരുന്നു? എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ RHSൽ 0 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ എയും ബിയും സിയുടെയും വില മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. എ എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് 1. ബി എന്താണ്? വൈന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ നമുക്കുള്ള നമ്പർ എന്ന് പറയുന്നത് മൈനസ് വൈ ബൈ 5. അപ്പൊ ഈ വൈന്റെ കോഎഫിഷ്യന്റ് എന്താണ്? മൈനസ് 1/5 ആണ് വൈന്റെ കോഎഫിഷ്യന്റ് വരുന്നത്. മൈനസ് 1/5. ഇനി സി എന്താണ്? മൈനസ് 10. ഇവിടെ മൊത്തം പ്ലസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡയറക്റ്റ് ആ നമ്പർ എഴുതാൻ പറ്റുള്ളൂ. മൈനസ് ആണെങ്കിൽ ഇവിടെ എയും ബിയും സി എഴുതുന്ന സമയത്ത് ആ നെഗറ്റീവ് കൂടി ആഡ് ചെയ്യുക. അപ്പൊ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 10 ആണ്. സിമ്പിൾ അല്ലേ? എക്സിന്റെ കോഎഫിഷ്യന്റ് 1, വൈയുടെ കോഎഫിഷ്യന്റ് മൈനസ് 1/5. മൈനസ് y/5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മൈനസ് 1/5 ഇൻറ്റു വൈ ആണത്. മൈനസ് y/5 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് എന്താണ്? മൈനസ് 1/5 ആണ് കോഎഫിഷ്യന്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈനസ് 2x പ്ലസ് 3y ഈക്വൽ ടു 6. ഇവിടെ എയും ബിയും സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഫോം എപ്പോഴും എഴുതാം. എക്സ് പ്ലസ് ബി വൈ പ്ലസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഫോം. അപ്പൊ ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്യും? ഇവിടെ RHSൽ 6 ഉണ്ട്. 6നെ LHSലേക്ക് കൊണ്ടുവരാം, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്താവും? മൈനസ് 2x പ്ലസ് 3y മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. അപ്പൊ എ എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് -2. ബി എന്താണ്? വൈന്റെ കോഎഫിഷ്യന്റ് +3 എന്ന് എഴുതിയാൽ മതി. സി എന്താണ്? കോൺസ്റ്റന്റ് ടേം മൈനസ് 6. അതാണ് ഇവിടെ വരുന്ന കോഎഫിഷ്യൻസ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ആ കോഎഫിഷ്യൻസ് ഏതാണെന്നുള്ളത് എഴുതാം. ഇനി ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. അതും കൂടി പെട്ടെന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് ഈക്വൽ ടു 3y. ഇത് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ആണ്. 2 വേരിയബിൾസ് എക്സും വൈയും. അപ്പൊ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇത് എല്ലാ വേരിയബിൾസ് നമ്പേഴ്സിനും ഒക്കെ നമ്മൾ ഈ ഈക്വൽ ടു സൈഡിന്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എന്താവും? എക്സ് 3y എന്നുള്ളത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് 3y എന്നാവും.
ഈക്വൽ ടു 0. ഇനി വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ എ എന്താണ്? എ എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് 1, ബി എന്ന് പറയുന്നത് വൈന്റെ കോഎഫിഷ്യന്റ് -3 ആൻഡ് സി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഉണ്ടോ? ഇവിടെ ഇല്ല. അപ്പൊ സി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് 2x is equal to -5y. അപ്പൊ ഈ 5y എന്നുള്ളത് -5y എന്നുള്ളത് നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്താവും? ഈ -5 എന്നുള്ളത് +5y എന്നാവും. ഓക്കെ, ഇവിടെ 3y എന്ന് മാത്രമായിരുന്നു. അതിന്റെ മീനിങ് പറഞ്ഞാൽ +3y. വെറുതെ ഒരു നമ്പർ നമ്മളിപ്പോ 5 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് -5 ആണോ +5 ആണോ? പോസിറ്റീവ് ആണ്. അപ്പൊ അത് ഇപ്പോഴും സൈഡിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവും. അതേപോലെ ഇവിടെ പക്ഷെ ഇവിടെ നെഗറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പോഴത്തേക്ക് എത്തുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. അപ്പൊ ഇതെന്താവും? 2x, LHSൽ 2x ഉണ്ട്. ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഈ -5y എന്നുള്ളത് എന്താവും? +5y എന്നാവും, ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ എ എന്താണ്? എ എന്ന് പറയുന്നത് 2, ബി എന്ന് പറയുന്നത് വൈന്റെ കോഎഫിഷ്യന്റ് 5, സി എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. വേറൊരു കോൺസ്റ്റന്റ് ടേം ഇതിലില്ല. ഇനി 6th ക്വസ്റ്റ്യൻ 3x + 2 = 0. ഇവിടെ ആകെ ഒരു വേരിയബിളേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും? എക്സ് എന്നുള്ള ഒരു വേരിയബിളേ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വെറുതെ ഒരു y എന്നുള്ള വേരിയബിൾ കൊടുക്കുക, അതിന്റെ കോഎഫിഷ്യന്റ് 0 ആണെന്ന് കൊടുക്കുക. അപ്പൊ എന്താവും? 3x + y എന്നുള്ള വേരിയബിൾ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 0y എന്ന് ആഡ് ചെയ്യും. +2 = 0. അപ്പൊ എ എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് 3, ബി എന്താണ്? വൈന്റെ കോഎഫിഷ്യന്റ് 0, സി എന്താണ്? 2. കോൺസ്റ്റന്റ് ടേം ഇവിടെ തന്നിട്ടുണ്ട്. y എന്നുള്ള വേരിയബിൾ ആണ് ഇവിടെ ഇല്ലാത്തത്. അപ്പൊ അതിനൊരു കോഎഫിഷ്യന്റ് 0 ആക്കിയിട്ട് നമുക്ക് ആ ഒരു വേരിയബിൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ അത് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതേപോലെ 7th ക്വസ്റ്റ്യനിലും ഒരു വേരിയബിളേ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എക്സിന് കോഎഫിഷ്യന്റ് 0 ആക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന വേരിയബിൾ y ആണ്. അപ്പൊ നമുക്ക് x എന്നുള്ള വേരിയബിൾ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? 0x എന്ന് ആഡ് ചെയ്യുക. 0x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 0 തന്നെയാണ്. ഒരു വേരിയബിൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഈ എക്സിനെ ആഡ് ചെയ്തു. പക്ഷെ ഇവിടെ ഈ എക്സിന് എന്തെങ്കിലും വിലയുണ്ടോ? ഇല്ല, 0x ആണ്. ഇവിടെ 0x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ x ഇല്ല. പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷനെ 2 വേരിയബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെറുതെ ഈ എക്സിനെ എഴുതുന്നു എന്ന് മാത്രം. ഈ എക്സിന് ഒരു വാല്യൂ ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ 0 മാറ്റിട്ട് വെറുതെ x എന്ന് എഴുതിയാൽ അതിന്റെ മീനിങ് എന്താണ്? 1x. ഇവിടെ എക്സിന് വിലയുണ്ട്, പക്ഷെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റും. അപ്പൊ നമുക്ക് 0x ഏതാ? 0x + y. yന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താണ്? 1, -2 = 0. അതേ ഇക്വേഷൻ ഇതിലേക്ക് നമ്മൾ 0x മാത്രം ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് x a = 0, b = കോഎഫിഷ്യന്റ് ഓഫ് y 1, c = കോൺസ്റ്റന്റ് ടേം -2. ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് 5 = 2x. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2x നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. 2x എന്നുള്ളത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്താവും? -2x ആവും. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം, -2x. നമ്മൾ ആദ്യം x ആണല്ലോ എഴുതുന്നത്. x + dy + c എന്നുള്ള ടേം ആണ് ആദ്യം എഴുതുന്നത്. ഇവിടെ ആദ്യം കോൺസ്റ്റന്റ് ടേം ആണ് തന്നിട്ടുള്ളത്. ആ കോൺസ്റ്റന്റ് ടേം നമുക്ക് ലാസ്റ്റ് എഴുതാം. ആദ്യം നമ്മൾ എക്സിന്റെ വരുന്ന ടേംസ് ആണ് ആദ്യം എഴുതുന്നത്. അപ്പൊ x വരുന്ന ടേം ഏതാണ് ഇവിടെ? ഈ 2x ലെഫ്റ്റിലേക്ക് വരുമ്പോൾ -2x ആവും. അപ്പൊ -2x എന്നുള്ള ടേം ആണ് x വരുന്ന ടേം. പ്ലസ് y വരുന്ന ടേം ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 0y ചെയ്യാം. 0y + 5. ഇവിടെ 5 ആണ് ഉള്ളത്. അതായത് +5 ആണോ -5 ആണോ? വെറുതെ 5 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് +5 എന്നാണ്, =0 എന്നുള്ളതായിട്ട് മാറും. അപ്പൊ ഇവിടെ a എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് -2. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ് ഇവിടെ? -2 ആണോ 2 ആണോ? -2 ആണ്. അത് തെറ്റിക്കാൻ പാടില്ല. ക്വസ്റ്റ്യനിൽ ഇവിടെ 2 ആണ് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മളിത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? അത് -2x എന്നാവും. അപ്പൊ അവിടെ കോഎഫിഷ്യന്റ് എന്താവും? -2 ആവും. ഓക്കെ, ഇനി വൈന്റെ കോഎഫിഷ്യന്റ് എന്താണ്? അതായത് b എന്ന് പറയുന്നത് 0, ഇനി c എന്ന് പറയുന്നത് എന്താണ്? ആ കോൺസ്റ്റന്റ് ടേം 5. ഓക്കെ അല്ലേ? അപ്പൊ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് ഒന്നുകിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് -2 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ 2x നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം 5നെ നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്താവും? 5 എന്നുള്ളത് -5 ആവും. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഇനി നെക്സ്റ്റ് പാർട്ട് നിങ്ങൾ കാണേണ്ടതേ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. 2x, ഈ 5 നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? -5. അപ്പൊ ഇവിടെ 0 ആവും. 0 = 2x - 5. പിന്നെ നമുക്ക് y-യുടെ കൂടി ആവശ്യമുണ്ട്, അതുകൂടി ആഡ് ചെയ്യാം. അപ്പൊ ഇതെന്താണ്? 0 = 2x + 0y - 5 എന്നാവും. ഇനി നമ്മൾ 0 = x എന്ന് എഴുതിയാലും x = 0 എന്ന് എഴുതിയാലും സെയിം തന്നെയല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ
ഈ സീറോനെ ഇപ്പുറത്ത് എഴുതിയാലും ഒരു മിസ്റ്റേക്കും ഇല്ല. 2x പ്ലസ് 0y മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇതന്നെ നമ്മൾ ഈക്വൽ ടു ഈ സീറോനെ അപ്പുറം എഴുതി എന്നുള്ള ചേഞ്ചസ് മാത്രമേ വരുത്തുന്നുള്ളൂ. അതായത് 5 into 3 ഈക്വൽ ടു 15, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, 15 ഈക്വൽ ടു 5 into 3. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല, രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും സൈൻ ചേഞ്ചസ് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഒരു ടേമിൽ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോഴാണ് ചേഞ്ചസ് വരുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ 3നെ മാത്രം ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്താവും, 15 ഇൻറ്റു എന്നുള്ളത് ഇവിടെ ഡിവൈഡഡ് ബൈ എന്നാവും. 15 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 5 എന്നാവും. അങ്ങനെയാണ് ഈ ഈക്വൽ ടു രണ്ട് ടേംസിനെ, എല്ലാ ടേംസിനെയും ഒന്നിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോൾ അവിടെ സൈൻ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല, ഓപ്പറേഷനും ചേഞ്ച് ചെയ്യുന്നില്ല, നെഗറ്റീവും പോസിറ്റീവും ഒരു ചേഞ്ചസും വരുന്നില്ല. അപ്പൊ നമ്മളിവിടെ 2x പ്ലസ് 0y മൈനസ് 5 മൊത്തം LHSലേക്ക് കൊണ്ടുവന്നു, ഈ 0നെ മൊത്തം RHSലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇതായിട്ട് മാറും. അപ്പൊ ഇവിടെ നമുക്ക് കോഎഫിഷ്യന്റ് എന്ത് വരും, a ഈക്വൽ ടു 2, b ഈക്വൽ ടു 0, c ഈക്വൽ ടു മൈനസ് 5. അപ്പൊ ഇത് രണ്ട് എഴുതിയാലും ശരിയാണ്. a 2 എന്ന് എഴുതി കഴിഞ്ഞാൽ c എന്താവും, -5 ആവും. ഇവിടെ a -2 എഴുതി കഴിഞ്ഞാൽ c എന്ന് പറയുന്നത് +5 ആവും. അങ്ങനെ ഒരു ചേഞ്ചസ് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്, നമ്മൾ -1 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മാറ്റമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ മൊത്തം -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണ്. അപ്പൊ ഈ 0ക്ക് ഒരു മാറ്റം വരുന്നില്ല. ഇവിടെയൊക്കെ ചേഞ്ച് വരും സൈനില്. ഇവിടെ -2 എന്നുള്ളത് +2 ആവും, ഇവിടെ 5 എന്നുള്ളത് -5 ആവും. അതാണ് ഇവിടെ വന്ന മാറ്റം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് LHSലേക്ക് കൊണ്ടുവരുന്ന ആ ടെക്നിക്ക് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എത്ര പഠിക്കാൻ സ്ലോ ലേണേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഈ മാത്സിനെ ഇനി മാറ്റി നിർത്തേണ്ട കാര്യമില്ല. കാരണം കുറേ അധികം പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പോർഷൻസ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അത് പറ്റാത്തതായിട്ട് ഒരാളും ഉണ്ടാവില്ല. നിങ്ങൾ അത് പറ്റാത്ത ഒരാൾക്ക് 9th എത്താൻ പറ്റില്ല. അത്രമാത്രം ഈസിയാണ് ഇപ്പോഴത്തെ സെക്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ബേസ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. അത് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ പഠിക്കുന്നതിന് അനുസരിച്ച് ആ ബേസ് നിങ്ങൾക്ക് പഠിച്ചിട്ട് വരാൻ പറ്റുന്നത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അതിന് മാത്രം സമയം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഒക്കെ എക്സാമിന്റെ തലേ ദിവസം ഒരു 15 മിനിറ്റ് മാത്രം ഇതിന് ചെലവഴിച്ചാൽ മതി. എക്സാം ഇപ്പോൾ തലേ ദിവസം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ എക്സാം ആണെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എടുക്കാൻ പറ്റും. അത്രയും ചെറിയ കോൺസെപ്റ്റ് ആണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. നിങ്ങൾക്ക് ഇപ്പൊ ഈ സെക്ഷനിൽ എന്താണ് നിങ്ങൾ പഠിച്ചത്, ആ സ്റ്റാൻഡേർഡ് ഫോം ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0. പിന്നെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കൊണ്ടുവരുന്നത് നിങ്ങൾ പല പ്രാവശ്യമായിട്ട് പഠിക്കുന്ന സംഭവമാണ്. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മൈനസ് ആവുന്നുള്ളത്. അപ്പൊ അത് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷനിലുള്ള കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലുള്ള എക്സസൈസും 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി തുടരുന്ന ദിവസങ്ങളിൽ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ അറിയിക്കുക. നിങ്ങൾക്ക് എത്തരത്തിലുള്ള വീഡിയോസ് ആണ് വേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.